നമസ്കാരം. ഷെരീഫ് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതൊരു വീട് പണി നടക്കുന്ന അവസരത്തിലും ആ വീടിൻ്റെ ഫ്ലോറിംഗ് ഘട്ടത്തിൽ വളരെ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് എന്നുള്ളത്. ഒരു വീടിൻ്റെ ഫ്ലോർ ചെയ്യുന്നത് ഗ്രാനൈറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ടൈലാകട്ടെ, മാർബോണേറ്റ് ആകട്ടെ, മാർബിൾ ആകട്ടെ, എന്ത് തന്നെ ആണെങ്കിലും അതിൻ്റെ സ്റ്റെപ്പ്, അതുപോലെ ചാരുപടി, കിച്ചൺ റാക്ക്, ഇത്തരം ഏരിയകൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് വിരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല നാച്ചുറലായിട്ട് ഏറ്റവും ഡാർക്ക് കിട്ടുന്ന ബ്ലാക്ക് ഗ്രാനൈറ്റിൻ്റെ വിശേഷണത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രാനൈറ്റ് വളരെ ഡാർക്ക് കൂടിയതാണ്. ഇന്ന് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, പുതിയ ലോഡ് ഇന്ന് വന്നതാണ്. അപ്പോൾ വളരെ ഡാർക്കുള്ളത് കൊണ്ട് തന്നെ അല്പം കോസ്റ്റ്ലി കൂടിയാണ്, വില കുറച്ച് അധികമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ, ഇതിൻ്റെ ടൈൽ പീസുകളുണ്ട്. അതായത് 2 അടി വീതിയിൽ 3 അടി, 3.5 അടി, 4 അടി ലെവലിൽ വരുന്ന പീസുകളുണ്ട്. അതുപോലെ തന്നെ സ്ലാബിൽ വരുന്നത് 4 അടി മുതൽ 12 അടി വരെ ലെങ്ത്ത് വരുന്നതുണ്ട്. വീതി 2 അടി മുതൽ 4.5 അടി വരെ വീതിയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ വിശേഷണങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗ്രാനൈറ്റിൻ്റെയും മാർബിളിൻ്റെയും എല്ലാം കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി, കൂടുതൽ വിശേഷണങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുവാൻ വേണ്ടി എൻ്റെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാനൈറ്റിൻ്റെ വിശേഷണങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ബ്ലാക്ക് ഗ്രാനൈറ്റ് എന്നുള്ളത് അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. പക്ഷേ അതിന് ബദലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ, ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ബ്ലാക്ക് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ അത്തരക്കാർക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റുകളെക്കുറിച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ബ്ലാക്ക് അല്ലാത്ത മറ്റ് ഏതൊക്കെ മെറ്റീരിയലുകൾ ബ്ലാക്ക് ഉപയോഗിക്കുന്ന ഏരിയകളിലേക്ക്, അതായത് ചാരുപടി, കിച്ചൺ റാക്ക്, സ്റ്റെപ്പ്, ഇത്തരം ഏരിയകളിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കാണേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കല്ലിൻ്റെ കൂടുതൽ വിശേഷണങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ ഒരു മെറ്റീരിയൽ ഫുള്ള് ടൈൽ പീസിൽ വരുന്നതാണ്. ടൈൽ പീസ് ആണെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത എന്നാൽ 20 mm 18 mm മിനിമം തിക്നെസ് വരുന്നുണ്ട്. ഓക്കെ, അല്ല പിന്നെ ടൈൽ പീസ് 12 10 mm ആ ലെവലിൽ വരുന്നതല്ല, 20 mm 18 mm ആ റേഞ്ചിലായിട്ട് തിക്നെസ് വരുന്നതാണ്. ഇതിൽ 3 അടി, പിന്നെ 2 അടി വീതിയിൽ 3 അടി, 3.25, 3.5, 3.25, 4, പിന്നെ 4 സൈസിൽ 5 സൈസിൽ വരുന്നുണ്ട്. അതുപോലെ 1 അടി വീതിയിലാണെങ്കിലും അതുപോലെ വരുന്നുണ്ട്. 3 അടി, 3.5 അടി, 3.25, 3.25, 4. ഇതൊക്കെ സ്ലാബാണ് വരുന്നത്. സ്ലാബ് പല ലെങ്ത്തിൽ വരുന്നുണ്ട്. 5 അടി, 6 അടി, 7 അടി, 8 അടി, അങ്ങനെ 12 അടി വരെ വരുന്ന മെറ്റീരിയൽ ഉണ്ട്. 2.25 അടിയാണ് ഇതിൻ്റെ വീതി വരുന്നത്. 2.25 ഉണ്ട്, 2.5 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഓക്കെ, പിന്നെ ഞങ്ങളിപ്പം ഒരു 8 വർഷത്തോളമായിട്ട് 7 വർഷത്തോളമായിട്ട് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലാക്കിൽ വില കൂടിയ ഐറ്റമാണിത്. അത്യാവശ്യം നല്ല ഡാർക്കായിട്ട് വരുന്നതാണ്, നല്ല തിക്നെസ് ഉണ്ടാകും. സാധാരണ ഇപ്പോൾ കമ്പം ബ്ലാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 16 mm ഒക്കെയാണ് തിക്നെസ് വരല്. ഇത് സ്ലാബൊക്കെ ഏകദേശം 20 mm 22 വരെ വരുന്നതുണ്ട്. 20, 18 ഏറ്റവും മിനിമം പിടിക്കാം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തിക്നെസ് വരുന്ന സ്ലാബുകളാണ്. പിന്നെ ഈ ടൈൽ പീസൊക്കെ പറഞ്ഞാൽ പിന്നെ കോസ്റ്റ് കുറക്കാൻ വേണ്ടി, ഇപ്പോൾ ടൈലൊക്കെ വിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ സാധാരണക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാം. 3 അടി ലെങ്ത്തിൽ വരുന്ന സാധനമാണ്. തിക്നെസ് ഉള്ളതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ
ഡബിൾ വെക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ സ്റ്റെപ്പിൻ്റെ സൈഡൊക്കെ എൻ്റെ ഡബിൾ വെച്ച് കൊടുക്കാറുണ്ട്. അത് കൊടുത്താലൊന്നും കൂടി ഭംഗിയായി, അതിൻ്റെ ഒരു ആവശ്യമില്ല ശരിക്ക്. ഈ ഒരു പീസൊക്കെ ശ്രദ്ധിച്ചാലും അറിയാം 20 mm തിക്നെസ്, 20 mm തിക്നെസ് വരുന്നുണ്ട്. ഓക്കെ, ഏകദേശം എല്ലാ പീസും അങ്ങനെയാണ് വരുന്നത്. 18 to 20 വരുന്നുണ്ട്. നല്ല ഡാർക്കിൽ വരുന്നത് തന്നെയാണ്. ഡാർക്കിൽ വളരെ മൈനറായിട്ടുള്ള ചെറിയൊരു ഡോട്ട് മാത്രമാണ് ഇതിൽ വരുന്നത്. ശേഷം പിന്നെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ ഒരിക്കലും അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവില്ല. ആ പുള്ളി പിന്നെ നമ്മൾ മിറർ പോളിഷായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റിലുള്ള പിന്നെ സംഭവങ്ങളെല്ലാം അതിൽ മിററായിട്ട് ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ കാണും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാരിറ്റി വീഡിയോയിൽ അത്ര തന്നെ തിരിച്ചറിയില്ല. എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ ബ്ലാക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസിലേക്ക് നമുക്ക് പോകാം.